വീട്ടമ്മ അല്ലെങ്കിൽ കുടുംബിനി. നമുക്കിന്ന് ഒരു വീട്ടമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. രാവിലെ മുതൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന സ്ത്രീയെക്കുറിച്ച് അവൾ അമ്മയായിക്കൊള്ളട്ടെ, ഭാര്യയായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവളെക്കുറിച്ച് വീട്ടിലുള്ള എത്ര പേർ ചിന്തിക്കാറുണ്ട്? ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കുന്നത് എത്ര പേർ? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. വർഷത്തിൽ 365 ദിവസവും യാതൊരു വേതനവും പറ്റാതെ പരാതികളില്ലാതെ വീട് നോക്കുന്നവർക്ക് ദിവസം ഒരു പ്രാവശ്യം അവരുടെ മുഖത്ത് നോക്കി ഒരു നല്ല പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കാറുണ്ടോ? സഹായിക്കണോ? എന്തെങ്കിലും ക്ഷീണമുണ്ടോ? വല്ലതും കഴിച്ചോ എന്നൊക്കെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എത്ര പേർ ചോദിക്കാറുണ്ട്? പകലന്തിയോളം വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് അവളുടെ കടമയാണ് എന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും. എത്ര ജോലി ചെയ്താലും ആഴ്ചയിൽ ഒരിക്കൽ നീ റെസ്റ്റ് എടുത്തോ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇതെല്ലാം ചെയ്താലും പരാതികളും പരിഭവങ്ങളും തീരുന്നില്ല മറ്റുള്ളവർക്ക്. പല വീടുകളിലും വീട്ടിലെന്ത് സംഭവിച്ചാലും നല്ലതാണെങ്കിൽ മറ്റുള്ളവരുടെ ഗുണവും, ചീത്തയാണെങ്കിൽ അതിൻ്റെ കാരണം വീട്ടുകാരിയുമായി മാറുന്നു. മക്കൾ കാണിക്കുന്ന ഗുണങ്ങളെല്ലാം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതും ദോഷമാണെങ്കിൽ അമ്മയുടെ വളർത്തുദോഷം എന്നും പല വീടുകളിലും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ്. അതെല്ലാവരുടെയും ഇഷ്ടത്തിനൊത്തുതുള്ളുന്ന ഒരു കളിപ്പാട്ടമായി വീട്ടമ്മയെ മാറ്റുകയാണ്, അല്ലെങ്കിൽ അവർ മാറുകയാണ്. കാലുവയ്യെങ്കിലും നടുവിന് വയ്യെങ്കിലും ജലദോഷം വന്നാലും ഏന്തി വിളഞ്ഞ് രാവിലെ തൊട്ട് വീട്ടുജോലികൾ ചെയ്യുന്ന ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇതിനൊരു മാറ്റം വേണം. വീട്ടുജോലികളിൽ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും സഹായിക്കാം. അതിന് ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും വേണ്ട. സഹകരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നല്ലത് വന്നാലും ചീത്ത വന്നാലും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുക. അതിന് അവളെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. ചെറുപ്പം തൊട്ടേ ആൺകുട്ടികളെ വീട്ടുജോലികളിൽ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അവനവന് ആവശ്യത്തിന് ആഹാരമുണ്ടാക്കി കഴിക്കുന്നതിന് ഒരു നാണക്കേടുമില്ല. അല്പസ്വല്പം പരിഗണനയും കരുതലും വീട്ടുകാര്യങ്ങൾ നോക്കുന്ന വീട്ടമ്മയ്ക്ക് നൽകണം. ചിലപ്പോഴൊക്കെ നല്ലൊരു വാക്കിന് അളക്കാനാകാത്തത്ര മൂല്യമുണ്ട് ജീവിതത്തിൽ. വീട്ടിലെ പട്ടിയോട് കാണിക്കുന്ന പരിഗണന പോലും പല വീടുകളിലെയും സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. പറയുന്നത് എന്തും കേട്ടനുസരിച്ച് പ്രതികരിക്കാൻ അവകാശമില്ലാത്ത ഒരു ജീവിയായി ആരും വീട്ടമ്മയെ കാണരുത്. കുറച്ച് പരിഗണനകളൊക്കെ അവളോടുമാകാം. ചെയ്യുന്ന ജോലിയുടെ വലിപ്പം അറിയണമെങ്കിൽ ആ ജോലി നമ്മൾ ചെയ്തു നോക്കണം. അവനവൻ ആവുന്നതുപോലെ എല്ലാവരും ജോലി ചെയ്യണം. മഴ നനയുന്നത് കണ്ടാൽ മഴ നനയരുത്, പനി വരും, ഒരുപാട് വെയിൽ കൊള്ളരുത്, ശരീരം സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെ വെറുതെയെങ്കിലും അവളോട് പറഞ്ഞാൽ അവൾക്കതൊരു ബോണസാണ്. ജോലി ചെയ്യാനുള്ള ഊർജം കൂടുതൽ കിട്ടും. തന്നെ മറ്റുള്ളവർ പരിഗണിക്കുന്നു എന്ന തോന്നൽ അവരിൽ ഉണ്ടാകാൻ ഇത് സഹായിക്കും. അതൊരു മനുഷ്യജീവിയാണെന്ന് ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. അനുസരിക്കും എന്ത് കണ്ട് അവഗണിക്കരുത്. സ്വർണം കൊണ്ട് ഒരു സ്ത്രീയെ മൂടുന്നതിലും വലുതാണ് സ്വസ്ഥത നൽകുന്ന വാക്കുകളും പ്രവൃത്തികളും. എല്ലാം അനുസരിച്ചും സഹിച്ചും ക്ഷമിച്ചും അവളൊരു പാവയായി മുന്നോട്ട് നീങ്ങുന്നത് ആരെയും ഭയന്നിട്ടല്ല. കുടുംബസമാധാനം, കുടുംബത്തിൻ്റെ അഭിമാനം, മക്കളുടെ ഭാവി, ഇതൊന്നും സമൂഹത്തിൻ്റെ മുൻപിൽ കളങ്കപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയാണ്. താൻ ഏറ്റെടുത്ത കടമകൾ ഭംഗിയായി നിറവേറ്റി യാതൊരു പ്രതിഫലവും മോഹിക്കാതെ തിരിച്ചു പോകണം, അത്രയേ ഉള്ളൂ അവളുടെ ആഗ്രഹം. അല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലമോ ബാങ്ക് ബാലൻസോ പ്രതീക്ഷിച്ചല്ല അവൾ പലരുടെയും നിഴലായി ജീവിക്കുന്നത്. നിഴലില്ലാതെ വരുമ്പോഴേ നിഴലിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം അറിഞ്ഞും കേട്ടും ജീവിക്കുക.